കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യം ചെയ്യാനാണെങ്കിൽ റിസൾട്ട് കിട്ടുമെന്നാണല്ലോ പൊതുവെ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പെട്ടെന്ന് കിട്ടണമെന്നില്ല, നമുക്ക് സമയം എടുത്ത് നമുക്ക് കിട്ടും. അങ്ങനെ എനിക്ക് ഫീൽ ആയിട്ടുണ്ട്. എനിക്ക് മുന്നേ അനുഭവങ്ങൾ നോക്കുമ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഞാൻ യൂട്യൂബിൻ്റെ ഇതിൽ അപ്ലൈ ചെയ്ത് നോക്കുകയാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ നമ്മളിപ്പോൾ വാട്സപ്പൊക്കെ സ്റ്റാറ്റസ് ഇട്ടാൽ ഒരു വീഡിയോ ഇങ്ങനെ വീഡിയോസ് ഉണ്ടാക്കുന്ന ആൾക്കാരാണല്ലോ, ഫോണുണ്ടല്ലോ എല്ലാവരുടെ കയ്യിൽ. അപ്പം ചുമ്മാ ഞാനും ഇതേപോലെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ വേണ്ടി ഒരു വീഡിയോ ഉണ്ടാക്കി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അത് ഞാൻ എൻ്റെ ഒരു കസിനെ ഷെയർ ചെയ്തു. അപ്പോൾ കസിൻ പറഞ്ഞു അത് കൊള്ളാലോ, കസിൻ പറഞ്ഞു കൊള്ളാലോ. അപ്പോൾ ആ ഒരു കൊള്ളാലോ വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എനിക്കൊരു യൂട്യൂബ് ചാനൽ പണ്ടേ 2018 19 മറ്റോ തുടങ്ങിയൊരു ചാനൽ എനിക്കുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നത് ബാക്കി വീഡിയോസിന് കമൻറ്റ് ചെയ്യാനൊക്കെ നമുക്ക് ലോഗിൻ ചെയ്യണം തോന്നില്ലേ, നമുക്കൊരു ചാനൽ ഉണ്ടെങ്കിൽ നമുക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ എന്തോ ഇല്ലേ. അപ്പം അങ്ങനെ എന്തോ ആണ് ഞാനും മെയിൽ ഐ ഡി ഒക്കെ വെച്ച് ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് യൂട്യൂബ്. അപ്പോൾ നോക്കുമ്പോൾ എന്താ, എനിക്ക് ഓൾറെഡി ഒരു ചാനലുണ്ട്. അത് എപ്പോഴും ക്രിയേറ്റ് ചെയ്ത് എന്തിനാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അവിടെ ഉണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു വീഡിയോ എടുത്ത് അത് ആ യൂട്യൂബിൽ അങ്ങിട്ടു. ഒന്നുമില്ല, പ്രൊഫൈൽ ഒരു കാര്യങ്ങളും എൻ്റെ ചാനലിലില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, വീഡിയോ ഇട്ടപ്പോൾ നോക്കുമ്പോൾ എന്താ, ഒരു സെക്കൻഡ്സ് കൊണ്ട് തന്നെ കുറച്ച് ഒരു 200-300 ആൾക്കാർ കണ്ടു. അപ്പം എനിക്കറിയില്ല ഇത് എത്രത്തോളം കൂടുതൽ ആൾക്കാരാണോ കുറവ് ആൾക്കാരാണോ ഒന്നും അറിയില്ല. ഞാൻ വെറുതെ അത് എനിക്കൊരു എന്താ പറയുക ഒരു സന്തോഷം ഉണ്ടായി. ഈ വീഡിയോസ് കുറേ പേര് കാണുന്നുണ്ട്, ലൈക്കൊന്നും ഇല്ലെങ്കിലും കാണുന്നുണ്ട്. നോക്കുമ്പോൾ ഒരു 1 ഡേ കൊണ്ട് ഒരു 1300 1400 അങ്ങനെ എന്തോ അറൗണ്ട് ആ ഒരു നമ്പർ വ്യൂസ് ഉണ്ടായി. അപ്പം ഞാൻ വിചാരിച്ചു കൊള്ളാലോ, ഇങ്ങനെ വെറുതെ ഓരോ വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ വ്യൂസ് കിട്ടി ഇനിയിപ്പം കുറേ പേര് കാണാൻ തുടങ്ങി നമുക്ക് പൈസ കിട്ടുന്ന കാര്യമാണല്ലോ ഇത്. അങ്ങനെ അധികം വലിയ ചാനലൊന്നും വേണ്ട, ഒരു കുറച്ച് പൈസ കിട്ടുന്ന ചെറിയൊരു ചാനൽ. അധികം വലുതായി നമുക്ക് എന്താ പറയുക, നമുക്ക് എവിടെ പുറത്തൊന്നും പോകാനല്ല, അങ്ങനെ എന്താ ഒരു മീഡിയം, കുറച്ച് വ്യൂസ് കുറച്ച് പൈസ, അത്രയും ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. അതായത് നമുക്കിപ്പോൾ 9 to 5 ജോബിൻ്റെ ഒപ്പം കൊണ്ടുപോകാം, പാരലലി കൊണ്ടുപോകാൻ പറ്റിയൊരു ചാനൽ, അത്രയേ ഉള്ളൂ. അല്ലാതെ ഈ ചാനൽ കൊണ്ട് ജീവിക്കുക അങ്ങനെയല്ല. അങ്ങനെ അപ്പോൾ ഒരു എക്സ്ട്രാ ഒരു ഇൻകം, ഒരു സൈഡിൽ നിന്ന് ഒരു ഇൻകം, അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചൊരു ചാനൽ തുടങ്ങാം. അങ്ങനെ തുടങ്ങുന്ന ചാനലാണിത്. അപ്പം ഞാൻ അതിനെപ്പറ്റി കുറച്ച് റിസർച്ച് ചെയ്തു, എങ്ങനെയാണ് മോണിറ്റൈസ് ആവാനേ. കുറച്ച് നമ്മൾ എന്തായാലും യൂഷ്വലി നമുക്ക് ഓട്ടോമാറ്റിക് അങ്ങനത്തെ നമ്മുടെ വീഡിയോസ് നമുക്ക് സജഷൻ വരും, അപ്പം നമ്മൾ കാണും. അപ്പം അങ്ങനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോ ഇടലാണ് ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യാം. പിന്നെയെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ നമ്മുടെ വീഡിയോസ് ഒരു യൂട്യൂബ് നമ്മൾ ഒരാളിലേക്ക് എത്തിച്ചു, ആ ആൾ കാണുന്നു, അത് നമ്മുടെ കണ്ടന്റിനെ ഡിപ്പെൻഡ് ചെയ്യും. അയാൾക്ക് ഇൻട്രസ്റ്റഡ് ആയ കണ്ടന്റ് ആണെങ്കിൽ അയാൾ കാണും, അല്ലെങ്കിൽ കാണില്ല. വീഡിയോ ക്വാളിറ്റി എല്ലാം ഡിപ്പെൻഡ്സ് ആണ്. പക്ഷേ മെയിൻ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞാൽ യൂട്യൂബ് കുറച്ച് ആൾക്കാരിലേക്കെങ്കിലും ഈ വീഡിയോസ് എത്തിക്കും. പിന്നെ അവർ കാണുമെന്നുള്ളത് നമ്മുടെ കണ്ടന്റ്. ഓക്കെ, അത് നമുക്ക് പിന്നെ ആലോചിക്കാവുന്ന കാര്യമാണ്. അപ്പം ഞാൻ വിചാരിക്കുകയാണ് ഇന്ന് മുതൽ എന്തെങ്കിലുമൊക്കെ ഞാനിപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ഷോർട്സ് ഇട്ട് തുടങ്ങുകയാണ്. ഇതാണ് എൻ്റെ ഫസ്റ്റ് ഷോർട്സ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, കാരണം ഈ ചാനൽ വലുതായിട്ട് വേണം എനിക്ക് എൻ്റെ വീട് പണി തുടങ്ങാൻ. ഓക്കെ, അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.